Hi, hello once again, welcome back to our channel c&svlog. ഇന്ന് നമുക്ക് പെട്ടെന്നൊരു വാൾ ഡെക്കർ ചെയ്തെടുത്താലോ. അതിന് വേണ്ടിയിട്ട് ഇതാ ആദ്യം ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്ലാക്ക് കളറിലെ ചാർട്ട് പേപ്പറാണ് എടുത്തേക്കണേ. അപ്പോൾ കളേഴ്സ് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് എടുക്കുക, ബ്ലാക്ക് തന്നെ വേണമെന്നൊന്നുമില്ല. അതിനായിട്ട് നമ്മളിതാ ഇതുപോലെ കുറച്ച് ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിങ്ങനെ വരച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളത് ചെയ്തില്ല. അപ്പോൾ ആ ഒരു പീസ് തന്നെയാണ് എടുത്തേക്കണേ. ഇനിയിപ്പോൾ നമുക്കത് വെച്ചിട്ട് കുറച്ച് പേപ്പർ ട്യൂബ്സ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു ഇറുക്കിലിയോ മറ്റോ വെച്ചിട്ട് നമുക്കൊന്ന് ചുരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു 8 പേപ്പർ ട്യൂബ്സ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ പേപ്പർ ട്യൂബ്സ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചധികം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 8 എണ്ണം മാത്രമല്ല, കുറച്ചുകൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ നമുക്കതിൻ്റെ 2 സൈഡിൽ നിന്നും കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. പിന്നെ അത് ഈക്വൽ ലെങ്ത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു കാർഡ്ബോർഡ് പീസ് ഉണ്ടല്ലോ, അതെടുക്കാം കേട്ടോ. എന്നിട്ട് അതുമേലായിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ട് വരച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ പേപ്പർ ട്യൂബ്സ് ഇതുമേലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുക്കാം. എന്നിട്ട് ആ പേപ്പർ ട്യൂബ്സ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ സിൽവർ കളറിലെ ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ സിൽവർ കളർ തന്നെ വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഫോം ഷീറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കളർ പേപ്പർ ആയാലും മതി. ഇനി അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തില്ലായിരുന്നോ, അതിൻ്റെ സെയിം സൈസിൽ ഒരു സർക്കിൾ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ കാർഡ്ബോർഡ് പീസിൻ്റെ മുകളിലേക്കായിട്ട് അതുകൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ പേപ്പർ ട്യൂബ്സ് കുറച്ചുകൂടി അടുപ്പിച്ചൊക്കെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് കൂടുതലും കുറവൊക്കെ ലെങ്ത്ത് ഉള്ള രീതിയിലൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ 8 എണ്ണം എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എണ്ണമൊക്കെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയേക്കണേ. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു കളറിലെ ഫോം ഷീറ്റ് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ റെഡ് കളറാണ് എടുക്കണേ. ഇനി അതിനായിട്ട് നമ്മൾ നേരത്തെ എടുത്ത സർക്കിളിനേനും കുറച്ചുകൂടി സൈസ് കുറഞ്ഞ രീതിയിലൊന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് നമുക്ക് ആ ഒരു റെഡ് കളർ ഫോം ഷീറ്റ് കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ആ ഒരു റെഡ് കളർ ഫോം ഷീറ്റിനായിട്ട് ഞാൻ കുറച്ച് കുഞ്ഞി സർക്കിൾസ് കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പേപ്പർ ട്യൂബ്സിൻ്റെ എണ്ണം അനുസരിച്ച് നമുക്ക് ഇതുപോലെ കുറച്ച് കുഞ്ഞി സർക്കിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതൽ പേപ്പർ ട്യൂബ്സ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും തന്നെ ഇതുപോലത്തെ പീസ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് അതിൻ്റെ എൻഡിലായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ്. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്യൂട്ടായിട്ടുള്ളൊരു വാൾ ഡെക്കറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.